distribution function. Cumulative distribution or a distribution function of x. Cumulative distribution or a distribution function of x. എന്താണ് ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ? നേരത്തെ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് എടുക്കാം, ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻസ്. അതിൽ എക്സാമ്പിൾ പറയാം, അതിന് മുമ്പ് ഇത് ഡെഫിനിഷൻ പറയാം. ലെറ്റ് എക്സ് ബി എ റാൻഡം വേരിയബിൾ വിത്ത് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എഫ് ഓഫ് എക്സ്. എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ ഉണ്ട്, അതിനൊരു PDF ഉണ്ട്, അല്ലെങ്കിൽ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. അത് നേരത്തെ നമ്മൾ പറഞ്ഞ എഫ് ഓഫ് എക്സ് ആണ്. ഈ എഫ് ഓഫ് എക്സ് നേരത്തെ നമ്മൾ പരിചയപ്പെട്ടു. എഫ് ഓഫ് എക്സ് ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആകണമെങ്കിൽ നോൺ നെഗറ്റീവ് ആയിരിക്കണം, ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ 1 കിട്ടണം. ഇത് നമ്മുടെ കയ്യിലുണ്ട്. എക്സ് എന്ന് പറഞ്ഞ റാൻഡം വേരിയബിൾ ഉണ്ട്. അങ്ങനെയെങ്കിൽ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ്, ക്യാപിറ്റൽ എക്സ്, ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ്, അല്ലെങ്കിൽ സിംപ്ലി അതിനെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓഫ് എക്സ്. ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ, അതായത് ആ എക്സിന്റെ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ, അതായത് PDF-കളുടെ ക്യുമുലേറ്റീവ് വാല്യൂ. PDF എന്ന് പറഞ്ഞാൽ ഏതാ? പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഏതാ? എഫ് ഓഫ് എക്സുകളുടെ ക്യുമുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്ത് എടുക്കുന്ന വാല്യൂ എന്നാണ്. ക്യുമുലേറ്റ് ചെയ്ത് പറയാ, ഓരോ വാല്യൂസിനും ചേർന്ന ശേഷം അടുത്ത വാല്യൂസ് ക്യുമുലേറ്റ് ചെയ്ത് പറയുന്നതിനാണ് ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അത് ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ് എന്ന് ആകണമെങ്കിൽ if the x be a random variable, then the cumulative distribution of x is f of x. Notation the f of small x ആണ്. f of x equal to probability of x less than or equal to x. ന്റെ വാല്യൂസ് എവിടം വരെ ഉണ്ടോ അവിടം വരെ ഉള്ളതിന്റെ പ്രോബബിലിറ്റി മീൻസ് ആഡ് ചെയ്ത് പറയാം. എക്സിന്റെ വാല്യൂ 2 വരെ ആണെങ്കിൽ എക്സിന്റെ വാല്യൂസ് 2 0-ഉം 1-ഉം 2-ഉം ആണ് വാല്യൂസ് എങ്കിൽ 0 + 1 + 2 വരെ ആഡ് ചെയ്ത് പറയാം. അത് ഞാൻ പ്രോബബിലിറ്റി എടുക്കുന്ന കാണിച്ചു തരാം. അല്ലെങ്കിൽ എന്റെ ഡെഫിനിഷൻ സമ്മേഷൻ ഓവർ എക്സ് ലെസ് താൻ ഓർ ഈക്വൽ ടു എക്സ് എഫ് ഓഫ് എക്സുകളെ എക്സിന്റെ വാല്യൂസ് എവിടം വരെയാണോ അവിടം വരെ ആഡ് ചെയ്ത് പറയുക. അതാണ് നമ്മുടെ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. നേരത്തെ എക്സാമ്പിൾ പറയുന്നു. കോയിൻ ടോസ് ചെയ്തു, എക്സ് ഈക്വൽ ടു 1, ഹെഡ് കിട്ടി. കോയിൻ ടോസ് ചെയ്തു, ടെയിൽ കിട്ടി, അങ്ങനെ എക്സ് ഈക്വൽ ടു 0. അങ്ങനെയെങ്കിൽ പ്രോബബിലിറ്റി എക്സ് ഈക്വൽ ടു 1/2. പ്രോബബിലിറ്റി എക്സ് ഈക്വൽ ടു 0 1/2. ഇതിനെ നമ്മൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആക്കുന്ന എങ്ങനെയാ? 0-ഉം 1-ഉം. എഫ് ഓഫ് എക്സുകൾ എങ്ങനെ എഴുതി? 1/2-ഉം 1/2 എന്ന് എഴുതി. ഇതാണ് നമ്മുടെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ഇത്രയുമാണ് നമ്മൾ നേരത്തെ പഠിച്ചത്. ഇനി അതിന്റെ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ എഫ് ഓഫ് എക്സ് എങ്ങനെ എഴുതും? എഫ് ഓഫ് എക്സ് എഴുതാൻ ചെയ്യേണ്ടത് എക്സ് എഫ് ഓഫ് എക്സ് 0 എന്ന് പറയുന്ന ഫസ്റ്റ് വാല്യൂ കൊടുത്തു. 0 എന്ന് പറയുന്ന ഫസ്റ്റ് വാല്യൂ കൊടുക്കുമ്പോൾ പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് താൻ ഓർ ഈക്വൽ ടു 0, അതായത് 0 വരെയുള്ള വാല്യൂസ് ആഡ് ചെയ്യാനാണ്. 0 വരെയുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ 1/2, ഒരൊറ്റ വാല്യൂ ഉള്ളൂ 1/2 ആഡ് ചെയ്തു. 0 വരെയുള്ള വാല്യൂ ആഡ് ചെയ്യാനാണ് പറഞ്ഞത്. ഈ വാല്യൂ എഫ് ഓഫ് എക്സുകൾ ആഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ 0 വരെ ഒറ്റ വാല്യൂ 1/2. അടുത്ത 1 കൊടുത്തു കഴിഞ്ഞാൽ 1 വരെയുള്ള എഫ് ഓഫ് എക്സിന്റെ വാല്യൂസ് ആഡ് ചെയ്യാനാണ്. 1 വരെയുള്ള എഫ് ഓഫ് എക്സിന്റെ വാല്യൂസ് ഏതൊക്കെയാ? 1/2. 1 വരെയുള്ള എഫ് ഓഫ് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ ഒരു 1/2 ഉണ്ട്, ഇവിടെ ഒരു 1/2 ഉണ്ട്. 1/2 + 1/2 1 ആകും. ഇങ്ങനെയാണ് ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ എഴുതുന്നത്. അപ്പൊ എഫ് ഓഫ് എക്സുകൾ നിങ്ങൾ ഏത് പറയുന്ന ആ പോയിന്റ് ഏത് പറയുന്നോ, ഏത് വാല്യൂ പറയുന്നോ ആ വാല്യൂ വരെയുള്ള എഫ് ഓഫ് എക്സുകളുടെ വാല്യൂസ് ആഡ് ചെയ്തെടുക്കുക. അപ്പൊ 0 വരെയാണെങ്കിൽ 0ക്ക് നേരെ ഒറ്റ വാല്യൂ ഉള്ളൂ 1/2. 1 വരെയാണെങ്കിൽ 0യുടെ വാല്യൂ ഉണ്ട്, 1ന്റെ വാല്യൂ ഉണ്ട്. 1/2 + 1/2 നിങ്ങൾക്ക് എന്ത് കിട്ടും? 1 കിട്ടും. ഇങ്ങനെയാണ് ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ എഴുതുന്നത്. സോ ഇത് നമുക്ക് ക്ലിയർ ആയില്ലെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് അടുത്ത പ്രോബ്ലം വഴി കുറച്ചുകൂടെ ഡീറ്റെയിൽ ആക്കി. ഇത് ചെറിയൊരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് നമുക്ക് ഇതിലേക്ക് ഇത്ര നിൽക്കുന്നത്. വലിയ ക്വസ്റ്റ്യൻസുകൾ ഇനിയുണ്ട്. ആ ക്വസ്റ്റ്യൻസിൽ കൂടെ കുറച്ചുകൂടെ ഒന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ചോദ്യത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ, യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എഴുതാൻ, ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ എഴുതാൻ കുറച്ചുകൂടെ ക്ലിയർ ആകും. അപ്പോൾ ഈ ഒരു ഐഡിയ മനസ്സിലാക്കുക. എഫ് ഓഫ് എക്സുകളുടെ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഡെനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ എഫ് ആണ്, സ്മോൾ എഫ് എക്സ് ആണ് എഴുതുന്നത്. PDF ഡിനോട്ട് ചെയ്യുന്നത് എഫും എക്സും സ്മോൾ ലെറ്റേഴ്സ് ആണ്. നൊട്ടേഷൻ മറന്നു പോകരുത്. ഇതാണ് ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ എഴുതേണ്ടത്.